ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞത് വിഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മൾ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഹാപ്പി ആയിക്കൊണ്ട് നമുക്ക് ജീവിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സക്സസ്ഫുൾ എന്നുള്ളൊരു സ്റ്റേറ്റ്. ഓക്കെ, നമ്മൾ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുക, സംതൃപ്തിയോട് കൂടെ ജീവിക്കുക, നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനായിട്ട് പറ്റുക, ദാറ്റ് ഈസ് സക്സസ്ഫുൾ സ്റ്റേറ്റ്. അപ്പൊ ആ സക്സസ്ഫുൾ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള വിഷൻ, അതിന്റെ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് അതിന്റെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സക്സസ്ഫുൾ എന്നുള്ള ആ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് സെൽഫ് കെയർ ആണ്. ഓക്കെ, നമ്മളിപ്പോ തന്നെ എന്ത് ചെയ്യണം? ഇപ്പൊ ഈ മുന്നോട്ട് പോകുമ്പോൾ തന്നെ, നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ സെൽഫ് കെയർ നമ്മൾ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാന്. അപ്പൊ സെൽഫുമായിട്ട് കണക്ഷൻ ഉണ്ടാവുമ്പോഴാണ്, ആ കണക്ഷനിൽ നിന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള, ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ് നമ്മൾ എല്ലാവരും. നമ്മൾ ജനിച്ച് കുട്ടിയായിരുന്ന സമയത്ത് ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മളിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പോ ആ ഒരു ക്വാളിറ്റി നമുക്ക് എവിടെയൊക്കെയോ ജനിച്ച് വളർന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയി. മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട്, മറ്റുള്ളവരുടെ കളിയാക്കൽ കൊണ്ട്, ജഡ്ജ്മെന്റ്സ് കാരണമൊക്കെ എന്ത് ചെയ്തു? പല നല്ല ക്വാളിറ്റീസ് നമുക്ക് നഷ്ടമായി. ഓക്കെ, അപ്പൊ അത് തിരിച്ച് കണ്ടെത്തലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു 20, 25, 30 അങ്ങനെ പല ഏജിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ട്രൂ ആയിട്ടുള്ള സെൽഫിനെ കണ്ടെത്തുക? അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ കൂടുതൽ നമ്മളാവാൻ പറ്റുക? നമ്മുടെ ആ ഒരു പഴയ ഹാപ്പിനെസ്സും, നമ്മുടെ ജോയ് സ്റ്റേറ്റും, നമ്മുടെ ക്രിയേറ്റിവിറ്റിയും, നമ്മുടെ യുണീക്നെസ്സും ഒക്കെ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ അതിനെങ്ങനെ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ്. ഓക്കെ, അപ്പൊ സെൽഫ് അവെയർനെസ് എന്താന്ന് പറയുന്നതിന് മുന്നേ, ലാസ്റ്റ് ക്ലാസ്, നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് രണ്ട് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ കൂടുതൽ ക്ലാരിറ്റി ഞാനിപ്പോ തന്നിട്ടുള്ള ആ ഒരു കാര്യത്തിൽ കിട്ടും. ഓക്കെ, ഇനി ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ആ ഒരു ആക്റ്റീവ്നെസ്, നമ്മുടെ ഒരു ജോയ്നെസ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇന്നർ ഹാപ്പിനെസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇപ്പത്തെ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് അവയർനെസ് എന്നുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ നമ്മൾ ചിലപ്പോ ഒരു പക്ഷേ ഹാപ്പിനെസ് കുറഞ്ഞ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി തീരെ മനസ്സിൽ വരാത്ത ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ യുണീക്നെസ് എന്താന്ന് പോലും അറിയാത്ത ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലെ പല ഏത് സ്റ്റേറ്റിലും ആവാം നമ്മള്. ആ ആയിട്ടുള്ള നമ്മളെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ അതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ കുറവുകളെയും നമ്മളിലുള്ള കഴിവുകളെയും ഒക്കെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മള് സെൽഫ് അവയർനെസ് എന്നുള്ളൊരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇനി നമുക്ക് നമ്മുടെ ട്രൂ ആയിട്ടുള്ള സെൽഫ്, അല്ലെങ്കിൽ എല്ലാ ക്രിയേറ്റിവിറ്റിയും, എല്ലാ യുണീക്നെസ്സും, ഹാപ്പിനെസ്സും ഒക്കെ ഉള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യാൻ പോവാ? ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് തിരിച്ച് കണ്ടെത്താനായിട്ട് പറ്റുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം, സെൽഫ് അവയർനെസ് എന്നുള്ള കാര്യം എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലൈഫിലെ എല്ലാ ചേഞ്ചിനും റൂട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ടുള്ള, നമ്മള് വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താ? അതിന്റെ തറയാണ്, അല്ലെ? തറ അടിപൊളിയാണെങ്കിൽ, തറ സ്ട്രോങ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ മേലെ എന്ത് ഉണ്ടാക്കിയാലും എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രോങ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് കുറെ കാലം നിൽക്കുകയും ചെയ്യും. ഇതുപോലെയാണ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഈ സെൽഫ് അവയർനെസ്സിൽ നിന്നുകൊണ്ട് നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? സ്ട്രോങ് ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കും. പവർ പവറുള്ള മാറ്റങ്ങളായിരിക്കും. ചില സമയത്ത് നമ്മള് ലൈഫിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്, മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞിട്ട്.
അല്ലെങ്കിൽ ബുക്കിൽ വായിച്ചിട്ട് ഓക്കെ. കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ആ മാറ്റങ്ങള് എനിക്ക് ആവശ്യമുള്ള മാറ്റങ്ങളായിരുന്നില്ല. ചിലപ്പോൾ നമ്മുടെ നല്ല ക്വാളിറ്റീസ് ആയിരിക്കും മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടാവാം. കുറച്ചു കാലം കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലാവും അത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് എന്റെ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ എന്ത് ചെയ്തു മിസ്സായി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവാം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവര് പറഞ്ഞത് കേട്ടിട്ട് അല്ലെങ്കിൽ ബുക്കിൽ വായിച്ചിട്ട് ആ ബുക്കിൽ വായിച്ചത് ബ്ലൈൻഡ് ആയിട്ടൊക്കെ നമ്മൾ എടുത്ത് ഫോളോ ചെയ്യുന്ന സമയത്ത് അതൊരു പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരോട് നമ്മളോട് പറയുന്ന സജഷൻസ് ഒരു പക്ഷേ അവരുടെ ചിന്താഗതി എന്നുള്ള സംഭവമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ആൾക്കാരെ കാണേണ്ടത് അതിനനുസരിച്ചുള്ള ജഡ്ജ്മെന്റ്സും അതിനനുസരിച്ചിട്ടുള്ള ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ളതല്ലെങ്കിൽ ആവശ്യമുള്ളതല്ലെങ്കിൽ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് ഫീൽ ചെയ്യുക അങ്ങനത്തെ ചേഞ്ചസ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർ ചിലപ്പോൾ നല്ല കാര്യങ്ങളെ പറയാ. പക്ഷെ അവര് പറയുന്നതും നമ്മൾ എടുക്കുന്നതും ഡിഫറന്റ് ആയിരിക്കും. അവർ ഉദ്ദേശിച്ച കാര്യമാവില്ല നമ്മൾ ചിലപ്പം അവരുടെ വാക്കിൽ നിന്ന് എടുക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് മനസ്സിലായത് തെറ്റിയിട്ട് നമ്മള് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ വരുത്തുമ്പോഴും എന്ത് ചെയ്യും, അതും നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ പെർമനന്റ് ആയിട്ടുള്ള മാറ്റാവൂല. കാരണം എന്താ വെച്ചാൽ വേറെ ആരും എന്തൊക്കെ പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു നോക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ ഞാൻ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതുപോലെ ചെയ്യുന്നു പറഞ്ഞ സമയത്ത് ഒന്ന് അവരുടെ പറഞ്ഞ ആൾക്കാരുടെ ഭാഗത്ത് ചിലപ്പം തെറ്റുണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ പറഞ്ഞു തന്നപ്പോ നമ്മൾ കേട്ടതിൽ തെറ്റുണ്ടാവും. അപ്പൊ ഇതിൽ രണ്ട് തെറ്റുണ്ടെങ്കിലും എന്ത് ചെയ്യും, ഈ ഒരു മാറ്റം നമുക്ക് വേണ്ട മാറ്റം ആവൂല. ഇപ്പൊ പല ആൾക്കാരും ആം, ചെറുപ്പത്തില് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ പല സജഷൻസും പല ഒപ്പീനിയൻസും എടുത്ത് വന്ന് എടുത്ത് വളർന്ന സമയത്താണ് അവരുടെ ഹാപ്പിനെസ്സും അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ അവർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ചിലപ്പോ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെയല്ല പാടണ്ടത്, ഇങ്ങനെയാണ് പാടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ നല്ല ചിത്രം വരയ്ക്കുന്ന ആൾക്കാരാവും. അപ്പൊ ചിത്രം വരക്കാള് ആൾക്കാർ ആ ചിത്രം വരയ്ക്കുന്ന ആളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. മറ്റുള്ളവർക്ക് ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചാലേ മാർക്ക് കിട്ടൂ. അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാലേ രസമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാലേ ആൾക്കാരെ ശ്രദ്ധിക്കുള്ളൂ. എന്നൊക്കെയുള്ള രീതിയിലുള്ള സജഷൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ആ ചിത്രവര എന്ത് ചെയ്യും, നമ്മള് മാറ്റിയിട്ട് എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെടുക എന്നുള്ള ഫോമിലേക്ക് നമ്മൾ പോകും. ഓക്കെ. കുറച്ചു കാലം ആ ഫോമിൽ നമ്മൾ പോയിട്ട് നമ്മള് ഇതാവുമ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾക്ക് നമ്മുടെ യുണീക്ക്നെസ് നമ്മൾ എന്തുകൊണ്ടാണ് ചിത്രവരനെ ഇഷ്ടപ്പെട്ടത് ആ ഒരു കാരണം, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടപ്പെടാനുള്ള കാരണം നമുക്ക് മിസ്സായി. കാരണം നമ്മളിപ്പോ എന്താണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല. അപ്പൊ ഇതുപോലെ നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ഇതുപോലത്തെ കഴിവുകള്, നമ്മളുടെ നമ്മള് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്, നമ്മൾ എന്ത് ജോലി ചെയ്യണം, എന്ത് പഠിക്കണം, ഇതൊക്കെ എന്താണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസിൽ നിന്ന് മാത്രം നമ്മള് എടുത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് സെൽഫ് അവയർനെസ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന എല്ലാം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാവില്ല നമ്മൾ എടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാലും അല്ലെങ്കിൽ ബുക്കിൽ വായിച്ചു കഴിഞ്ഞാലും നമ്മൾ അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യമാവില്ല നമുക്ക് തിരിയുക. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചിലപ്പം അത് ഗ്രാസ്പ് ചെയ്യാം, അത് വേറെ രീതിയിലായിരിക്കും, എന്നിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മള് ജീവിതത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഈ മാറ്റങ്ങൾ പെർമനന്റ് ആവില്ല. കുറച്ചു കാലം കഴിഞ്ഞ് മാറ്റേണ്ടി വരും. ഇപ്പൊ ഞാൻ നേരത്തെ ചിത്രവരയുടെ കാര്യം പറഞ്ഞതുപോലെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല, എനിക്ക് പഴയ രീതി തന്നെയാണ് നല്ലത് എന്നുള്ള രീതി നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇപ്പോ ഒരുപാട് ആൾക്കാര് നമ്മള് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് പലവിധ കഴിവുകൾ ഉണ്ടാവും. ഓക്കെ. ചിത്രം വരക്കാനും പാട്ട് പാടാനും ഈ ഡെസ്കിൽ കൊട്ടാനും പിന്നെന്താ ഡാൻസ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ നമ്മളൊപ്പം എല്ലാവരും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആ സമയത്ത് എന്താണ് ഇതൊക്കെ നല്ല രീതിയിൽ നോക്കിക്കാണുകയും ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അന്ന് ഒരുപാട് വിവിധ ഏരിയയിൽ കഴിവുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോ ആ കഴിവുകളൊന്നുമല്ല ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ആ കഴിവുകളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടാവും. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ, പുറത്തുള്ള ആൾക്കാർ കൊടുക്കുന്ന സജഷൻസും ജഡ്ജ്മെന്റ്സും ആണ് എന്ത് ചെയ്ത് ഇവര് അവരിൽ തന്നെ കോൺഫിഡന്റ് ഇല്ലാതായിട്ട് മാറാനായിട്ട് കാരണമായത്. ഓക്കെ. എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള സ്കില്ലാ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അവർ ആ യുണീക്ക്നെസ് അല്ല നോക്കുക. ഒരാള് ചിത്രം വരക്കുന്നുണ്ടെങ്കിൽ
ഈ ആളെ ജഡ്ജ് എങ്ങനെയാണ്? വേറെ ഏതെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളുണ്ടാവും. ആ ആളുടെ ചിത്രം നോക്കിയിട്ട് ഇതുപോലെ അല്ലല്ലോ നീ വരയ്ക്കുന്നത് എന്നുള്ള രീതിയിലെ ജഡ്ജ്മെന്റ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ കേൾക്കുന്ന ആൾക്ക്, ചിത്രം വരയ്ക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും? അയാളുടെ കോൺഫിഡൻസ് പോകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ എന്താ വിചാരിക്കുക? അത് ശരി. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് പോലെ വരച്ചു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല അല്ലെ? അല്ലെങ്കിൽ അത് ആർട്ടല്ല അല്ലേ? അല്ലെങ്കിൽ അത് രസമില്ലല്ലേ? എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധാരണകൾ വന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് അവിടെ നമ്മുടെ ചിത്രവര അല്ലെങ്കിൽ ഏത് ആർട്ടും ആയിക്കോട്ടെ അത് നിർത്തേണ്ടി വന്നു എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കാരണം ഒന്ന് മാത്രമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് അവയർനെസ്. നമുക്ക് നമ്മളെ പറ്റിയിട്ട് അവയർനെസ് ഇല്ല. നമുക്ക് നമ്മളെ പറ്റിയിട്ട് അറിവില്ല. നമ്മൾ നമ്മളെ പറ്റിയിട്ട് ആലോചിക്കാറില്ല. നമ്മൾ നമ്മളെ പറ്റിയിട്ട് മറ്റുള്ളവരോടാണ് എന്ത് ചെയ്യാ? ഒപ്പീനിയൻസ് എപ്പോഴും ചോദിക്കുക. ഇത് രസമുണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അത് രസമില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് നിർത്തുക എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മള് നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. കാരണം നമ്മുടെ യുണീക്ക്നെസ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ക്രിയേറ്റിവിറ്റി നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളുടെ ഇഷ്ടങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോ ആ ഇഷ്ടങ്ങള് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരോട് നമുക്ക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവര് റിപ്ലൈ തരുന്ന സമയത്ത് അവര് തരുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലായോ? എനിക്ക് എങ്ങനെ ആ ഒരു സജഷൻ, ആ ഒരു ഫീഡ്ബാക്ക് ഉപകാരപ്പെടും എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മളത് ഉള്ളിലേക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതിന് എന്ത് വേണം? സെൽഫ് അവയർനെസ് വേണം. നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള അറിവ് വേണം. ഓക്കെ. നമ്മള് നമ്മളെ പറ്റിയിട്ട് അവെയർ ആവണം. ഓക്കെ. നമ്മളെ പറ്റിയിട്ട് അവെയർ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്താൽ അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും. ബാക്കിയുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും. ഓക്കെ. ബാക്കിയുള്ളവര് നമ്മളെ കളിയാക്കി കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് എടുക്കും. ഓക്കെ. എനിക്ക് എന്തെങ്കിലും കുറവുണ്ട് തോന്നുകയാണ്. ഓക്കെ. എനിക്കൊരു കുറവുണ്ടെന്ന് തോന്നുകയാണ്. എനിക്കറിയാം കുറവ്. അല്ലെങ്കിൽ അപ്പൊ ബാക്കിയുള്ള ഒരാൾ ക്രിട്ടിസൈസ് ചെയ്ത് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതെനിക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സിമ്പിൾ. ഓക്കെ. നമ്മളെ പറ്റി ഒന്നും നമുക്കറിയില്ല. ബാക്കിയുള്ളവർ പറയണതാണ് നമ്മള് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്തുണ്ടാവുക? ബാക്കിയുള്ളവരുടെ എല്ലാ നെഗറ്റീവും നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു മാറ്റും. അപ്പൊ നമ്മൾക്ക് പോസിറ്റീവ് ആവണോ? നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വേണോ? നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഈ നെഗറ്റിവിറ്റി കേറുന്നത് തടയണോ? നമ്മളെ ലൈഫിലത്തെ ഹാപ്പിനെസ് ഓരോ ദിവസം കൂടി കൂടുന്തോറും കൂട്ടി കൊണ്ടുവരണോ? നമുക്ക് യുണീക്ക്നെസ് കൂടുതൽ കൂടുതൽ മനസ്സിലായിട്ട് വരണോ? നമ്മുടെ ലൈഫില് ക്രിയേറ്റിവിറ്റി നമുക്ക് കൂട്ടണോ? ഇതിനെല്ലാത്തിനും ബേസ് ആയിട്ടുള്ള ഒരു ടൂളാണ് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാല്. പക്ഷെ പല ആൾക്കാരോടും നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് അറിയൂ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി തുടങ്ങൂ, അല്ലെങ്കിൽ സെൽഫിനെ പറ്റി പറയുമ്പം എല്ലാവർക്കും ഒരു ക്രിഞ്ച് ഫീലാണ്. അയ്യേ സെൽഫോ? അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് ഞാൻ അറിയാം. അതൊക്കെ മോശമല്ലേ? അല്ലെങ്കിൽ അതൊക്കെ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്രിഞ്ച് ആയിട്ടുള്ള സംഭവമല്ലേ? എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും കാണുക. ഇത് ആക്ച്വലി എന്താണ്? നമ്മൾ നമ്മളോട് കണക്റ്റഡ് അല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഓക്കെ. നമ്മൾ ടൈം കൊടുക്കാത്തതിന്റെ, നമ്മൾ നമ്മളെ കെയർ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ യുണീക്ക് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ. ഞാൻ ഒരു യുണീക്ക് ആയിട്ടുള്ള ആളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ ചെയ്യുന്ന ആ കാര്യം എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. വേറെ ആർക്കും അത് ഈ ലോകത്ത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ യുണീക്ക്നെസ് ഞാൻ മനസ്സിലാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക? ഈ യുണീക്ക്നെസ് മനസ്സിലാവണമെങ്കിൽ ഞാൻ എന്റെ ഉള്ളിലേക്ക് നോക്കണം. ഞാൻ എന്നെ പറ്റി അറിയണം. കാരണം ഞാൻ വേറൊരാളോട് പോയി ചോദിക്കുകയാണ് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കാണിച്ചു തരാൻ പറ്റില്ല? എന്റെ യുണീക്ക്നെസ്, എന്റെ ഉള്ളിലുള്ള ആ പാഷൻ, എന്റെ ഉള്ളിലുള്ള ആ ഡ്രീം, എന്റെ ഉള്ളിലുള്ള ആ ഒരു ആർട്ട് അയാൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. അയാൾക്ക് എന്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ? നമ്മുടെ ആർട്ട് വരച്ചിട്ട് അത് രസം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ രസമുണ്ട് അല്ലെങ്കിൽ രസം ഇല്ല എന്ന് മാത്രമേ അയാൾക്ക് റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ നമ്മള് എല്ലാവരും യുണീക്കാണ്. ഈ യുണീക്ക്നെസ് എപ്പോ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നറിയോ? നമ്മളെ പറ്റി അറിഞ്ഞു തുടങ്ങുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും വെച്ചിട്ട് കമ്പയർ ചെയ്യും. നമ്മള് നമ്മുടെ സ്വഭാവത്തിനെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യും. ഞാൻ അവരുടെ പോലെ ബെറ്റർ ആണോ? അല്ലേ? നമ്മുടെ കഴിവുകള് നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യും. നമ്മുടെ ആഹ് ജോലി, ഓക്കെ, നമ്മളുടെ ബാക്കി ഏതൊക്കെ റോളുകളാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഭാര്യയാണെങ്കിൽ ഏഹ്, ഞാൻ നല്ല ഭാര്യയാണോ എന്നുള്ളത് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യും. ഓക്കെ. ഞാൻ നല്ല ഭർത്താവാണെന്ന് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യും. ഇവിടെ എല്ലായിടത്തും കമ്പാരിസൺ വരും. കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് ഒരിക്കലും എന്തുണ്ടാവില്ല? സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഈ കമ്പാരിസൺ ഇല്ലാതെ നമുക്ക് അല്ലെങ്കിൽ ഹാപ്പിനെസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്ത് തുടങ്ങാന്ന് പറയുമ്പം ഇപ്പം സെൽഫ് അവയർനെസ് സീറോ ആണോ? കുഴപ്പമില്ല. പക്ഷെ
ഇന്ന് മുതൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ സെൽഫ് അവയർനെസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അത് എങ്ങനെയാണ് നമ്മളെ ലൈഫിലും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോ സെൽഫ് അവയർനെസ് പറഞ്ഞാല് നമ്മള് നമുക്കറിയാലോ ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാ ഉള്ളതെന്ന്. ഓക്കെ. അതിനെ പറ്റിയിട്ട് അവെയർ ആവലാണ്, അതിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങലാണ്. ഓക്കെ. സാധാരണ ആൾക്കാർ എപ്പോഴും പുറത്തേക്ക് നോക്കുക. ഓക്കെ. എപ്പോഴും പുറത്തേക്ക് നോക്കുക. എന്ത്, ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുക. അവരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, അവര് ശരിയായിട്ടുണ്ടോ, ഇവര് ശരിയായിട്ടുണ്ടോ, അവര് ചെയ്ത് ശരിയാണോ അല്ലേ എന്നുള്ള രീതിയിലാണ് നോക്കുക. പക്ഷെ നമുക്ക് ട്രൂ ആയിട്ടുള്ള മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, പെർമനന്റ് ആയിട്ടുള്ള മാറ്റം വരണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്നർ ഹാപ്പിനെസ് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്കാണ് നോക്കേണ്ടത്. ഓക്കെ. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ജഡ്ജ്മെന്റ് അല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയോ നമ്മളെ ജഡ്ജ് ചെയ്യുകയോ അല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക, അത്രേ വേണ്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളുടെ തോട്ട്സിനെ പറ്റിയിട്ട്, നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നമ്മളുടെ ഇമോഷൻസ് ഏതൊക്കെ ഉണ്ട്. ഓക്കെ. ഇമോഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അതിനെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീംസ്, എനിക്ക് ആഹ് എന്താ, ഏത് ഡ്രീമാണ് ഞാൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മള് ഈ പഠിത്തം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മള് ഇപ്പം ഡിഗ്രി ഡിഗ്രിക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണെങ്കിൽ നമ്മൾ ജോലി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക എന്നുള്ളത്, നമുക്ക് ട്രൂ ആയിട്ട് പാഷനേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം തെരഞ്ഞെടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത് സ്കോപ്പ് ഉള്ളത് എടുക്കുക എന്നുള്ളത്. ഓക്കെ. സ്കോപ്പ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് കൂടുതലും പുറത്തുള്ള ആൾക്കാരെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരിക. ഓക്കെ. നീ ഈ ഒരു കോഴ്സ് എടുത്തോട്ടോ, അല്ലെങ്കിൽ നീ ആ ഒരു ജോലി മേഖല എടുത്തോട്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ നമ്മള് പുറത്തെ ആൾക്കാരോട് സജഷൻ ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്തറിയണം, നമ്മൾക്ക് ഏതാ വേണ്ടെന്ന് അറിയണം. ഇത് ആർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, സെൽഫ് അവെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ നമ്മൾക്ക് ഏതാ വേണ്ടതെന്ന് ആദ്യം അറിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, ഇതിൽ ഏത് കോഴ്സാ നല്ലത്, അല്ലെങ്കിൽ ഇതിൽ ഏത് ജോബാ നല്ലത് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് സജഷൻ ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഹാപ്പിനെസ് നിലനിർത്തേണ്ടത്, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ നമ്മളോട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഓക്കെ. അല്ലാതെ അത് ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. അപ്പൊ നമ്മളത് നമ്മളോട് ചെയ്തു കൊടുക്കണം. ഓക്കെ. നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ എപ്പോഴും അറിഞ്ഞു തുടങ്ങണം. ഓക്കെ. നമ്മളുടെ ഡ്രീംസ് എന്താണെന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ആലോചിക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ എന്ത് ചെയ്യും, നമ്മൾക്ക് നമ്മുടെ യുണീക്ക്നെസ് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഏത് ജോലിക്കാണ് പോകേണ്ടത്, അങ്ങനെയുള്ള ജോലി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ എങ്ങനെ ഇടപെടണം, നമ്മൾ എങ്ങനെയാണ് ആവേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടി 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 വരും. അങ്ങനെ കിട്ടി വരുമ്പോഴാണ് നമ്മൾ യുണീക്ക് ആവുക. യുണീക്ക് ആവുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മള് സച്ചിൻ ടെണ്ടുൽക്കർ, ലയണൽ മെസ്സി, അല്ലെങ്കിൽ ഇപ്പം സിനിമാ താരങ്ങള്, ഇവരൊക്കെ എന്താണ്, ഓരോ ഏരിയയിൽ കഴിവ് തെളിയിച്ചിട്ട ആൾക്കാരാ. ഇവരൊക്കെ എന്താണ്, യുണീക്ക് ആണ്. ഇപ്പം ഇപ്പൊ ഫുട്ബോളിലോ ക്രിക്കറ്റിലോ ഏത് ഏരിയ ആയിക്കോട്ടെ, ഇവിടൊക്കെ കുറെ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാ പ്ലെയേഴ്സിനും ഉള്ളത് അവരവരുടെ സ്റ്റൈലും അവരവരുടെ രീതിയിലുള്ള ആർട്ടുമാണ്. അപ്പൊ എങ്ങനെയാ ഇവർക്ക് യൂണീക്ക് ആവാൻ പറ്റിയത്, ഇവരെന്താ ചെയ്തത്, അവരവരുടെ സ്റ്റൈലാണ് കണ്ടെത്തിയത്. അല്ലാതെ സച്ചിനെ പോലെ ആവാനല്ല കോഹ്ലി നോക്കിയത്, മമ്മൂട്ടിയുടെ പോലെ ആവാനല്ല മോഹൻലാൽ നോക്കിയത്. ഇതുപോലെ നമ്മള് ഈ ലോകത്ത് വിജയിച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞാൽ അവര് അവരവരുടെ സ്റ്റൈലാണ് എന്ത് ചെയ്തത്, കണ്ടെത്തിയത്. അപ്പൊ നിങ്ങളുടെ യുണീക്ക്നെസ്സിനും വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആദ്യം ആര് തിരിച്ചറിയണം, നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ പോലെ ആവണം എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഹാപ്പിനെസ് എവിടെ കിടക്കുന്നത്, നമ്മളുടെ ആ യുണീക്ക്നെസ്സിലാണ്, നമ്മുടെ സെൽഫിലാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ തോട്ട്സ് നോക്കുക, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഡ്രീംസ്, ഏതാ എനിക്ക് ഇഷ്ടം, ഏതാ എനിക്ക് ഇഷ്ടമില്ലാത്തത്. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുമല്ലോ, നമ്മൾ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യും. ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ഫീലാണ് കിട്ടുന്നത്. ഓക്കെ. നമ്മുടെ ലൈഫിൽ ഒരു ആഹ് നമ്മുടെ ലൈഫിൽ ഒരു ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ടിപ്പാണിത്. ഓക്കെ. നമ്മള് എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിൽ എന്ത് ഫീലാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളതൊന്ന് അവെയർ ആവാം.
ഓക്കെ, നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താണ്? നമ്മൾ വീട്ടിലെ ജോലി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താണ്? നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താണ്? നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ ഏതാണ്? ഏത് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല ഫീൽ കിട്ടുന്നത്? ഏത് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്? അതായത് ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് ഒരു മീനിങ്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ അത് എന്റെ പണിയല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനിലും അവിടെ കിട്ടുന്ന ഫീൽ എന്താണെന്ന് നമ്മൾ നോക്കി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. കാരണം നമ്മുടെ സെൽഫ്, നമ്മുടെ യുണീക്ക്നെസ് കിടക്കുന്നത് ഫീലിലാണ്. ഫീലിലാണ്. ഓക്കെ. അതായത് നമ്മുടെ സെൽഫുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഫീലാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് 2 ജോലി ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഒരു ജോലിക്ക് നമുക്ക് 1,00,000 സാലറി ഉണ്ട്. മറ്റേ ജോലിക്ക് നമുക്ക് 70,000 ആണ് സാലറി ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ 2 ജോലിയുടെയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്, ഒരു ജോലി നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ്. 70,000 ജോലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റത് 1,00,000 ജോലി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ 1,00,000 കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പോയിന്റ് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ 1,00,000 ജോലിയുടെ ഒപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 കിട്ടും നമുക്ക്. പക്ഷെ അവിടെ ആ ജോലി എടുക്കുമ്പോൾ നമുക്ക് ആഹ് നമുക്കൊരു ഇത് നമ്മളുടെ സെൽഫുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് പാഷനേറ്റ് ആയിട്ട് തോന്നാത്ത രീതിയിലുള്ള ഒരു ജോലിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് ബിൽഡ് ചെയ്യാൻ പറ്റൂല. നമുക്ക് അതില് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താണ്? നല്ലതല്ല. ഓക്കെ. ഇപ്പൊ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്, അവന് ഗൾഫില് ടീച്ചറാണ് അവന്. അപ്പൊ അവനക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ ടീച്ചിങ് ഭയങ്കര ഇഷ്ടാണ്. പക്ഷെ ഇവനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്കൂളിലായിരുന്നു ആദ്യം പഠിപ്പിച്ചിരുന്നത്. ഇപ്പോ അവന് ഈ സാലറി അപ്ഗ്രേഡ് ഒക്കെ കിട്ടുന്നത് ഈ അമേരിക്കൻ കരിക്കുലത്തിലാണ്. ഗൾഫിൽ അങ്ങനത്തെ സ്കൂളുകളുണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ സാലറി, ഡബിൾ സാലറി ഒക്കെ കിട്ടും ഇന്ത്യൻ സ്കൂളിനെക്കാളും. അപ്പൊ ഇവനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്, ഇവനെന്ത് ചെയ്തു, അമേരിക്കൻ കരിക്കുലം സ്കൂളിലേക്ക് പോയി. അവിടെ അവനക്കൊരു ഇത് കിട്ടി. അപ്പൊ അവിടെ പോയപ്പോ ഇവനിക്ക് പഠിപ്പിക്കുന്നത് നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്ക് നല്ല ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുള്ള ആളാ. അപ്പൊ ഇവൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവന് അവിടെ ജോലിക്ക് കയറി ഇപ്പൊ 1 മാസേ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് അവൻ മെസ്സേജ് അയച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ ഞാന് ഈ ജോലി നിർത്തുകയാണ്. എനിക്ക് ഒരുപാട് സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു മീനിങ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അതായത് എനിക്ക് ഇവിടുന്ന് ഒരു സന്തോഷം എന്ത് ചെയ്യുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഏഹ്, ഞാൻ ഈ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് അതുകൊണ്ടൊരു സന്തോഷം, അതുകൊണ്ടൊരു ഏഹ്, എന്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ജോലി, ഒരു പർപ്പസ് ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പം ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അറബി അറബി കുട്ടികളാ. അവർക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂളിൽ പോവാന്നൊന്നും തീരെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതൊന്നും വലിയ താല്പര്യം ഇതുവരെ വന്നിട്ടില്ല. കുറച്ച് കുട്ടികൾ മാത്രമാണ് അങ്ങനെ താല്പര്യമുള്ളവരുള്ളത്. പക്ഷെ ബാക്കിയുള്ള കുട്ടികളൊന്നും അതിന് റെഡി അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവര് ക്ലാസ്സില് ശരിയായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ പർപ്പസ് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല ഫീൽ തന്നിരുന്ന ടീച്ചിങ് ഇപ്പം എനിക്ക് നല്ല ഫീലിംഗ് എന്ത് ചെയ്യുന്നില്ല, തരണില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ചിലപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നിർത്തും എന്നോട് അവൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് അവനക്ക് മനസ്സിലായി ഇത് അവന്റെ ജോലിയല്ലാന്ന്? അവൻ എന്ത് ചെക്ക് ചെയ്തു? അവന്റെ ഫീലാണ് ചെക്ക് ചെയ്തത്. ഓക്കെ. അവനക്ക് സാലറി ഡബിൾ ആണ്. പക്ഷെ അതിൽന്ന് ആ ജോലി കിട്ടുമ്പം, സോറി, ആ ജോലി ചെയ്യുമ്പം അവനക്ക് പണ്ട് ഇന്ത്യൻ സ്കൂളില് ജോലി ചെയ്യുമ്പം സാലറി കുറവാണ്. പക്ഷെ അവിടുന്ന് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അവനക്ക്. പക്ഷെ ഇപ്പൊ എന്ത് കിട്ടുന്നില്ല അവനക്ക്? ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടുന്ന് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അത് കാരണം എന്ത് ചെയ്യാണ്, അവനക്ക് അവിടെ മതിയായി. അവൻ ആ ജോലി നിർത്തുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ ആക്ച്വലി ഇവനക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ഈ 1,00,000 സാലറി ഉള്ളതുകൊണ്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഈ മീനിങ് കിട്ടാത്തോളം, അല്ലെങ്കിൽ ആ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് കിട്ടാത്തോളം കാലം എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, അവൻ സാലറി ഇതിൽ ഹാപ്പി ആയിരിക്കുമെങ്കിൽ കൂടിയും അവൻ എന്തിനാണോ ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷനിലേക്ക് വന്നത്, ആ ഒരു കാര്യത്തിൽ അവൻ ഹാപ്പി ആവില്ല. അതുകൊണ്ട് തന്നെ അവൻ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ, കംപ്ലീറ്റ് ഹാപ്പിനെസ് അവന്റെ ലൈഫിൽ ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവൻക്ക് അവെയർ ആണ് അവൻ എന്തില്, നല്ല ഫീൽ അല്ലാന്ന്. പക്ഷെ ഇങ്ങനെ അവെയർ അല്ലാതെ, ഹാപ്പി അല്ലാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവരവര് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാവില്ല അവര് ചെയ്യുന്നുണ്ടാവാം.
പക്ഷെ അവർ അവെയർ അല്ലാത്തതുകൊണ്ട് അവർക്ക് അതാണ് കാരണം എന്ന് മനസ്സിലാവുകയും ചെയ്യില്ല. ഇപ്പോ അവന്റെ സ്കൂളിൽ തന്നെ ഇതേ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അവർക്ക് ഒരു പക്ഷേ സാലറി കിട്ടുന്നോണ്ട് അതിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാവും. അവർക്ക് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല എന്ത് ഈ സ്കൂളില് ഒരു മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള. കാരണം എന്താണ്? അവർ അവെയർ അല്ല അവരുടെ ഫീലിംഗിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫില് നമ്മള് എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തും അത് അത് അതിൽ നിന്ന് എന്ത് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കാം. ഇപ്പൊ ആർട്ട് ആയിക്കോട്ടെ, നമ്മുടെ സ്പോർട്സ് ആയിക്കോട്ടെ, നമ്മള് വീട്ടുജോലി എന്തും ആയിക്കോട്ടെ, അതിൽ ഓരോന്നിലും നമുക്ക് കിട്ടുന്ന ഫീൽ എന്താ നോക്കുക. ഇതില് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി കേട്ടോ, ജഡ്ജ് ചെയ്യണ്ട. നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ചില സമയത്ത് നമുക്ക് ഇങ്ങോട്ട് തോന്നും, ആ ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. ചില കാര്യങ്ങൾ ചെയ്യുമ്പം എനിക്കിതൊരു ഒരു ഇത് കിട്ടുന്നില്ല, ഇതിലൊരു പാഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നുന്നില്ല. ബാക്കിയുള്ളവർ പറഞ്ഞോണ്ട് ഞാൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫീലിംഗ് കിട്ടും. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല ഫീൽ ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മുടെ സെൽഫിനോട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ നല്ലതായിരിക്കും. അത് കിട്ടുന്ന ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ നല്ലതായിരിക്കും. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ. അതായത് ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ ഫീൽ എന്ത് ചെയ്യും, ഞാൻ ഒബ്സർവ് ചെയ്യും. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് മാത്രമല്ല, അല്ലെങ്കിൽ അത് എനിക്ക് വേറെ രീതിയിൽ എങ്ങനെയൊക്കെ ബെനിഫിറ്റ് ആവേണ്ടതെന്ന് മാത്രമല്ല, അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, അതിൽ നിന്ന് എന്ത് ഫീലാണ് എനിക്ക് കിട്ടുന്നത് എന്ന് ഞാൻ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കാം. ദാറ്റ് ഈസ് വൺസ് പാർട്ട് ഓഫ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസിന്റെ ഒരു പാർട്ടാണത്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല്. ഇപ്പൊ ചില ആൾക്കാരുണ്ടല്ലോ, അവര് ഉം, ജോലി ചെയ്യുന്ന ആൾക്കാര് ഇപ്പം ചിലപ്പോൾ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ വേറെ വലിയ വലിയ പ്രൊഫഷൻസ് ഒക്കെ എന്ത് ചെയ്യും, അവര് പഠിച്ചിട്ട് അവരെന്ത് ചെയ്യും, അതിൽ കുറച്ചു കാലം ജോലി ചെയ്യും. കുറച്ചു കാലം ജോലി ചെയ്താലായിരിക്കും ഇവർക്ക് മനസ്സിലാവുക ഇതിന് എന്തോ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച ഒരു ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നില്ല, ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് അവര് ആ ഒരു ഫീൽ അവർക്ക് മനസ്സിലാവുക. ആ ഫീൽ അവർക്ക് മനസ്സിലായ എന്ത് ചെയ്യും, ചിലപ്പോ അവർക്ക് മനസ്സിലാവും എന്റെ ഹാപ്പിനെസ് ഉള്ളത് എന്തിലാണ്, ഞാന് കുക്കിങ്ങിലാണ്. ഓക്കെ, അതായത് ഞാൻ ഈ ദിവസവും ജോലി ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് വേണ്ടി സെൽഫ് കുക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഹാപ്പിയാണ്. മാത്രമല്ല ചെറുപ്പം മുതൽ എന്താണ് കുക്ക് ചെയ്യണ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ പല ആൾക്കാരും എന്ത് ചെയ്യും, എഞ്ചിനീയറിംഗ് ജോലിയൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ വലിയ വലിയ ഇതുപോലത്തെ ഹൈ പ്രൊഫൈൽ ജോലികളൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യും, അവര് കുക്കിങ്ങിലേക്ക് വരും. അപ്പൊ നമ്മൾ അവരെ കണ്ടിട്ട് പറയും, അയ്യേ മണ്ടന്മാർ, ഇത്രയും വലിയ ജോലിയൊക്കെ ഉണ്ടായിട്ട് എന്ത് മണ്ടത്തരം അവർ കാണിച്ചത്, എന്താണിപ്പോ ഇവരെന്താ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാനായിട്ട്, ഇവർക്ക് മണ്ടനാണോ ഇവര് എന്നൊക്കെ തോന്നും. പക്ഷെ ആക്ച്വലി അവരെന്താണ്, സെൽഫ് അവെയർ ആയതാണ്. എങ്ങനെ സെൽഫ് അവെയർ ആയി, അവര് അവർക്ക് ആ ജോലി എന്ത് ഫീൽ തരുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തു, അവര് ചെക്ക് ചെയ്തു. ഓക്കെ, അത് ചെക്ക് ചെയ്ത സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, മനസ്സിലായി ഈ ജോലി എനിക്ക് നല്ല ഫീൽ തരുന്നില്ല. സാലറി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഈ ജോലി എന്ത് ചെയ്യുന്നില്ല, എനിക്ക് നല്ല ഫീൽ അല്ല തരുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി എത്ര കാലാണോ ഇതിൽ തുടരുന്നത് അത്രയും കാലം ഈ ഫീൽ കൊണ്ട് തന്നെ ഞാൻ ജീവിക്കേണ്ടി വരും. സാലറി കിട്ടിയാലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യില്ല, അത് എനിക്ക് കിട്ടൂല എന്ന് അവര് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, അവര് ക്വിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവർ ക്വിറ്റ് ചെയ്യുന്ന ഒരിക്കലും മണ്ടത്തരല്ല, അത് കാണുന്നവർക്ക് മണ്ടത്തരായിരിക്കും, പക്ഷെ അവർക്ക് എന്താണ്, അത് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ. കാരണം അവരവരുടെ ഹാപ്പിനെസ്സിന് നോക്കേണ്ടത് എന്താണ്, അവരവരുടെ ഉത്തരവാദിത്തമാണ്, അവർക്ക് മനസ്സിലായി. ഓക്കെ, നം എനിക്ക് വേണമെങ്കിൽ ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അയാളെ പൊക്കി അടിച്ചിട്ട് ഹാപ്പി ആക്കാം. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് അതല്ല. ഒരു കുട്ടി, ചെറിയ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരിക്കലും ആ കുട്ടിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ടല്ല. ആ കുട്ടിനെ നമ്മൾ എപ്പോഴും പൊക്കി പറഞ്ഞതുകൊണ്ടല്ല. ആ കുട്ടി അല്ലെങ്കിൽ ഓൾറെഡി ഹാപ്പിയാണ്. അതാണ് ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതുപോലെ ഒരു ഹാപ്പിനെസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ പാഷൻ ഇതൊക്കെ നമുക്ക് എവിടുന്ന കിട്ടുക, നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീൽ, ഒബ്സർവ് അവർ ഫീൽ. വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ഫീലിനെ എന്ത് ചെയ്യുക, നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്ത് ഫീലാണ് എനിക്ക് എല്ലാത്തിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ ഫീലിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ട്രൂ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നയിക്കപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മുടെ തോട്ട്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, തോട്ട്സിൽ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചിന്തകൾ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിക്കളിക്കുന്നുണ്ട്. ഓക്കെ, സയൻസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ചിന്തകൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അത്രത്തോളം നമ്മുടെ ചിന്തകൾ കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ, ചിന്തകൾ കുറയാന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ഫോക്കസ് കിട്ടാത്തത്,
കോൺസെൻട്രേഷൻ കിട്ടാത്തത്, നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സിന്റെ എണ്ണം കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ ഈ തോട്ട്സിന്റെ എണ്ണം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും, കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ. ഇതിനെയാണ് സമാധാനം എന്നും പറയാം. ഓക്കെ. നമ്മള് ചിന്തകൾ കൂടുമ്പോഴാണ് സമാധാനം പോവുക അല്ലെ? ഒരുപാട് അങ്ങനെ ആവോ, ഇങ്ങനെ ആവോ, അങ്ങനെ ആവോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പേടികൾ വരുമ്പോൾ നമ്മുടെ സമാധാനം പോവുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ചിന്തകൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുമ്പോൾ ആക്ച്വലി എന്താ ഉണ്ടാവണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലത്തെ ചിന്തകളുടെ എണ്ണം എന്ത് ചെയ്യും? കുറയും. അത് നമുക്ക് കൂടുതൽ സമാധാനം, സന്തോഷം, ഇതുപോലെ തന്നെ ആഹ് നമുക്ക് കൂടുതൽ ഫോക്കസ്, കോൺസെൻട്രേഷൻ ഒക്കെ തരുന്നതാണ്. മാത്രല്ല, നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ആഹ് ഈ ചിന്തകൾ എന്ത് ചെയ്യും? മനസ്സിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ചില ചിന്തകളൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്. മനുഷ്യർക്കുള്ള ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവർ അവരുടെ ചിന്തകളെ വിശ്വസിക്കും എന്നുള്ളതാണ്. ഓക്കെ. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വരുന്ന ചിന്തകള് നെഗറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ചിന്തകളാണെങ്കിൽ അത് നമ്മളെ ആ കാര്യം ചെയ്യുന്നതിലും തടയുക ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ചിന്തയും എന്തില്ല ഒന്നല്ല. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. അതൊരു ചിന്ത. ഇനി ആ കാര്യം ചെയ്യാനായിട്ട് നമ്മള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വരുന്ന സമയത്ത് ഇത് എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ വിചാരിച്ചാൽ നടക്കുമോ? എന്നുള്ള ചിന്ത വേറെ വരും. ഇത് നമ്മളല്ല. ഈ ചിന്ത എന്താണ്? അത് നമ്മുടെ മൈൻഡിൽ നിന്ന് വന്നിട്ടുള്ള ചിന്തയാണ്. ഓക്കെ. ഈ ചിന്ത ട്രൂ അല്ല. ഈ ചിന്ത വരുന്നുണ്ടുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ ട്രൂ അല്ല. അപ്പൊ ഈ ചിന്തനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ട്രൂ ആയിട്ടുള്ള ചിന്ത അല്ലാന്ന്. ചിന്തകളെ പറ്റിയിട്ട് ഒബ്സർവ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അങ്ങനത്തെ ചിന്തകൾ വരുമ്പോഴത്തേനും എന്ത് ചെയ്യും? അവര് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും. അയ്യോ! എനിക്കിത് പറ്റുമോ? എന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്ക് അല്ല, ചിന്തകളെ പറ്റി ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാവും. അല്ല, ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്. ഇത് ഞാനല്ല. അത് ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവർക്ക് അതിനെ മനസ്സിലാക്കാനും എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റും. അവർക്ക് അല്ലെങ്കിൽ അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത് എപ്പോഴും മാത്രമേ പോസിബിൾ ആവുള്ളൂ? നമ്മള് ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീൽ ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്തകളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ. കാരണം ചിന്തകളിൽ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്. ഓക്കെ. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ? അത് നെഗറ്റീവ് ആണെന്ന് പോലും മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകള് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻസ് വരുന്ന സമയത്ത്, നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ നെഗറ്റീവ് തിങ്കിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇതിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ടെൻഷൻസ് ആയിട്ട് വരുന്നത്, എന്താണോ നമുക്ക് ഇങ്ങനെ കുറെ തോട്ട്സ് ആയിട്ട് വരുന്നത്, അത് എവിടെയെങ്കിലും നമ്മൾ എഴുതി വെക്കുക. ഇതിന് ജേർണലിംഗ് എന്നാണ് നമ്മൾ പറയാ. ഓക്കെ. എവിടെയെങ്കിലും നമ്മളൊരു ഡയറിയിൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ എഴുതി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുന്നതിന്റെ ഒരു ഒരു വേ ആണ്. ഓക്കെ. അപ്പൊ എഴുതി വെക്കുന്ന സമയത്തുള്ള ഗുണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ചു. ഓക്കെ. ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അപ്പൊ നമ്മൾ ശ്രദ്ധ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയായിരുന്നു എന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ എന്താ, ഒരുപാട് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കൂടെ പോവും. അതിന്റെ ടെൻഷൻസ് ഒക്കെ നമ്മൾ അനുഭവിക്കും. കുറച്ച് ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ആ കാലം ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ ഇതേ ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് ഓരോ ചിന്തേനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്തതിനൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ അവിടുന്ന് മാറ്റുക. നമ്മൾ അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നോട്ട് ചെയ്തു. ഇങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്തു. ഓക്കെ. ഇനി അതിനിപ്പോ എന്താ എക്സാമ്പിൾ പറയാ? ഓക്കെ. ഒരു കാര്യം ചെയ്യാനായിട്ട് പോയി. അപ്പം എന്റെ ഉള്ളിൽ വന്ന ചിന്ത നിന്നെക്കൊണ്ട് ഇത് പറ്റൂല. അത് മറ്റുള്ള അവരെ കൊണ്ടൊക്കെ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടേ പറ്റുള്ളൂ. നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്നുള്ള ചിന്ത വന്നു. അപ്പൊ ഞാൻ അതേപോലെ എഴുതി വെച്ചു. എന്റെ മൈൻഡിൽ വന്നൊരു ചിന്ത ഇങ്ങനെയാണ്. ഞാൻ ചെയ്യാൻ ചെയ്യാൻ പോയ സമയത്ത് എന്നെക്കൊണ്ട് അത് പറ്റൂല എന്നുള്ള ചിന്തയാണ് വന്നത്. ഓക്കെ. എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് ആ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ചെയ്യാൻ ശ്രമിച്ചു. ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ത് ചെയ്യും? അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നമ്മളത് വിജയിച്ചു അതില്. ഓക്കെ. അതില് വിജയിച്ചപ്പോ എന്തുണ്ടായി? നമുക്ക് മനസ്സിലായി എന്ത്? ഓക്കെ. അപ്പൊ എന്നെ പറ്റിക്കാൻ വന്ന ചിന്തയാണല്ലേ നീ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യില്ല? ഈ ചിന്ത നമ്മളെ പറ്റിക്കാൻ വരില്ല. കാരണം നമ്മൾ അവിടെ പ്രൂവ് ചെയ്തു. ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത സത്യമല്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്ത വരുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് അവിടെ നിർത്തും. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോയോ അതിനൊക്കെ ഈ ചിന്ത വരുമ്പോ നമ്മൾ അവിടെ സ്റ്റക്ക് ആക്കും. നമ്മൾ അവിടെ കുടുങ്ങി പോകും എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോ എന്ത് ചെയ്യാ, നമ്മള് ചിന്തകള് ഒബ്സർവ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അതിനെ ജേർണൽ ചെയ്യാം, എഴുതാം. ഓക്കെ, എഴുതുമ്പോൾ നമ്മുടെ ക്ലാരിറ്റി കൂടും. ഓക്കെ, അയ്യോ ഇത്രയും നെഗറ്റീവ് ചിന്തയാണോ എന്റെ തലയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ക്ലാരിറ്റി ഒക്കെ എന്ത് ചെയ്യും, വരും. അപ്പൊ പിന്നെ നമുക്ക് ആ നെഗറ്റീവ് ചിന്തക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് ഫ്രീ ആവും എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്. മൂന്നാമത്തെ മൂന്നാമത്തെ ഏതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബിലീഫിലാണ്. ബിലീഫ് ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങൾ. ഓക്കെ, നമ്മുടെ വിശ്വാസങ്ങൾ. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാല് റിലീജിയൻ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള വിശ്വാസം. ഞാൻ അടിപൊളിയാണോ അതോ ഞാൻ ഒന്നിനും പറ്റാത്തവനാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എത്ര ഉണ്ട്, ഇത്രക്കൊക്കെ എന്നെ കൊണ്ട് പറ്റും, ഇത്രക്കൊണ്ട് പറ്റൂല എന്നുള്ള രീതിയിലൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം സക്സസ് ആവുന്നതിനെ പറ്റിയിട്ട് നമുക്ക് വിശ്വാസം. ഓക്കെ, സക്സസ് ആവുന്നത് നല്ലതാണോ ചീത്തതാണോ, സക്സസ് ആയി കഴിഞ്ഞാൽ അതെനിക്ക് സേഫ് ആണോ, സക്സസ് ആയാൽ നല്ലതാണോ എന്നുള്ള രീതിയിലൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇത് ഇനി പൈസ ഉള്ള ആൾക്കാരെ പറ്റിയിട്ട്, ഓക്കെ, റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാവും. ഓ, അവനൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളാ, അവനൊക്കെ ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളാ എന്നുള്ള രീതിയിൽ നമുക്ക് പല പ്രൊഫഷനെ പറ്റിയിട്ട് എന്തുണ്ടാവും, എസ്പെഷ്യലി ബിസിനസ്കാരെ പറ്റിയിട്ട് നമുക്ക് അങ്ങനത്തെ ചില ആൾക്കാർക്ക് എന്തുണ്ടാവാറുണ്ട്, അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇനി ഡിഫറെന്റ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ. ഈ ആൾക്കാർ സാധാ കോമൺ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആൾക്കാര്, അവരെ പറ്റിയിട്ട് നമുക്കുള്ള ചിന്തകൾ എന്താണ്? ഓക്കെ, ഇതുപോലെ ഇപ്പൊ പടച്ചവനെ പറ്റിയിട്ട് നമുക്കുള്ള ചിന്ത എന്താണ്? ഓക്കെ, അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് നമുക്ക് ഓരോ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. ഈ വിശ്വാസങ്ങൾ ഒരിക്കലും, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഈ വിശ്വാസങ്ങൾ ഒരിക്കലും എന്തല്ല, നമ്മളായിട്ട് ഉള്ളിൽ കയറ്റിയതല്ല. നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ജനിച്ചു വളർന്നിട്ടുള്ളത്, ആ സാഹചര്യത്തിൽ നിന്നാണ് ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണക്കാരെ പറ്റിയിട്ടുള്ള ചിന്ത മോശമായിട്ട് ചിന്തയാണെങ്കിൽ ഒരിക്കലും ഒരു പണക്കാരന്റെ അടുത്ത് പോയി പഠിച്ചിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് അയാളെ അടുത്തറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചിന്ത ആയിരിക്കില്ല അത്. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ഭയങ്കര പൈസ ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിന്നെന്താ, എല്ലാ പണക്കാരും കണക്കാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ വിശ്വാസം ഉള്ളിലുണ്ടാവുക. ഓക്കെ, ഇതിനാണ് നെഗറ്റീവ് ബിലീഫ്സ് എന്ന് പറയാം. ഇനി നമ്മളെ പറ്റിയിട്ടുള്ള വിശ്വാസം. നമ്മളെ പറ്റിയിട്ടുള്ള വിശ്വാസം നമുക്ക് കിട്ടുന്നത് ഒരിക്കലും എന്തല്ല, നമ്മൾ സെൽഫ് അവെയർ ആയിട്ടല്ല, നമ്മൾ മനസ്സിലാക്കിയതല്ല. നമ്മളെ പറ്റിയുള്ള വിശ്വാസം എന്താണ്, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ആൾക്കാർ നമ്മളെ പറ്റിയിട്ട് എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പം നീ ഈ കാര്യത്തിൽ നല്ലതാണ്, ഈ കാര്യത്തിൽ നല്ലതല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ്, ആ വിശ്വാസമാണ് കയറുക. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഏത് കാര്യത്തിലാണോ അവര് നല്ലതാണെന്ന് പറഞ്ഞത് അത് ഞാൻ ചെയ്യാം, ഈ കാര്യം ചെയ്യാനേ പോണ്ട, ആ പരിസരത്തേക്കേ പോണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ബിലീഫ്. ഓക്കെ, നമുക്ക് നമ്മളെ പറ്റിയുള്ള വിശ്വാസം ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല, അത് നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറി പോയിട്ടുള്ളതാണ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഉള്ളിൽ കയറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോ എനിക്ക് ഇതാണ് ഇഷ്ടം, പക്ഷെ വേറെ ആൾക്കാർ എന്ത് ചെയ്തു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബിലീഫാണ് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂല. കാരണം എന്താണ്, നമ്മുടെ ഉള്ളിൽ ഇതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും ഉള്ളിലുള്ള ബിലീഫ്, നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് കയറി പോയിട്ടുള്ള ബിലീഫ് എന്താ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കൊരു ആർട്ടിസ്റ്റ് ആവാനാണ് ഇഷ്ടം, പക്ഷെ വേറെ ഒരാൾ പറഞ്ഞത് നമുക്ക് തന്ന സജഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എഞ്ചിനീയർ ആയിക്കോട്ടോ, അല്ലെങ്കിൽ നീ ഡോക്ടർ ആയിക്കോട്ടെ, അതാണ് എനിക്ക് തോന്നുന്നു, എനിക്ക് ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. ആർട്ടിസ്റ്റുകൾക്കൊന്നും ഇവിടെ യാതൊരു വിലയില്ല ഈ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ബിലീഫിനെ ഉള്ളിലേക്ക് എടുത്തു വെക്കുന്നു, ആർട്ടിസ്റ്റുകൾക്കൊന്നും ഒരു വിലയില്ല. അപ്പം അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്, എന്റെ ആർട്ട് ഇത്ര പോരാ എന്നുള്ളൊരു ബിലീഫ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്നുണ്ട്, നമ്മളെ പോലും അറിയാതെ, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന്. അപ്പൊ ഈ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ, ഇവൻ നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി നമുക്ക് അത് പോലും ചെയ്യാൻ പറ്റൂല, കാരണം ഇതിന് തടസ്സാണ്, ഈ ബിലീഫ് അതിന് തടസ്സാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട് ബിലീഫ്സുകൾ എന്തുണ്ടാവും, നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന, നമ്മളെ തടഞ്ഞു വെക്കുന്ന ഒരുപാട് ബിലീഫുകൾ നമുക്ക് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കാത്ത ഒരുപാട് ബിലീഫ്സ് നമുക്ക് ചുറ്റുഭാഗത്തുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ബിലീഫ്സ് ഇനി എങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുക, അതിന് നമ്മൾ സെൽഫ് അവെയർ ആവണം. എന്തൊക്കെയാണ് എന്റെ വിശ്വാസങ്ങൾ, എല്ലാ ഏരിയാസിലും എന്റെ വിശ്വാസങ്ങൾ ശരിയാണോ എന്നുള്ളതിൽ അവെയർ ആവണം.
ഓക്കെ, ഞാൻ അവെയർ ആവുമ്പം എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മളെ ജഡ്ജ് ചെയ്യല്ല, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അവെയർ ആവില്ല. ജസ്റ്റ് എനിക്ക് അതിൽ എന്താണ് വിശ്വാസം ഉള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു ബിസിനസ്സുകാരെ പറ്റി പറയാണ്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊന്നും മോശമല്ല എന്ന് ഞാൻ അറിയാതെ ഒരാളോട് പറഞ്ഞു പോവാണ്. പറഞ്ഞു പോകുമ്പോൾ സെൽഫ് അവെയർ ആവുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ആലോചിക്കാണ്, ഞാൻ എന്തായിരിക്കും ബിസിനസ്സുകാരെ പറ്റിയിട്ട് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ സെൽഫ് അവെയർ ആവാണ്. ഇപ്പം ബെൻസ് കാറ് ബെൻസ് കാറ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെൻസ് ഓടിക്കാത്തവർ പോലും എന്ത് ചെയ്യും, ചിലപ്പോൾ അതിനെ പറ്റി മോശം കമന്റ് പറയും. ഓക്കെ, അപ്പൊ അവർക്ക് എങ്ങനെ ഈ ബെൻസിനെ പറ്റിയിട്ട് ഈ മോശം കമന്റ് പറയാൻ പറ്റുന്നത്? ബെൻസ് കാറിനെ പറ്റിയിട്ട് വേറെ ആരൊക്കെ അവരുടെ മൈൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് അവർ സംസാരിക്കുന്നത്. ഒരിക്കലും അവര് ബെൻസ് കാർ ഉള്ളിൽ കയറിയിട്ടോ ഉള്ളിൽ ഓടിച്ചു നോക്കിയിട്ടോ എന്നല്ല അവർ പറയുന്നത്. എന്താണ്, ബാക്കിയുള്ളവർ അവർക്ക് കൊടുത്തിട്ടുള്ള ബിലീഫാണ് ബെൻസ് കാറിനെ പറ്റിയിട്ട് അത് മോശമാണെന്നുള്ളത്. നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളത് ഒരിക്കലും നമ്മൾ നേരിട്ട് അവരെ അറിഞ്ഞുകൊണ്ടാവൂല. ബാക്കിയുള്ളവര് നമുക്ക് അവരെ പറ്റിയിട്ട് പറഞ്ഞു തന്നതിൽ നിന്നുള്ള ഒരു പേടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാരെ അകറ്റി നിർത്താനായിട്ടുള്ള കാരണമായിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പൊ എന്നെ പറ്റിയിട്ട് ഒരാള് നിങ്ങൾക്ക് കുറ്റം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് അടുക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. കാരണം ഓൾറെഡി എന്നെ പറ്റിയിട്ടുള്ള ഒരു ബിലീഫ് എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ആളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ശരിയും ആവാം, തെറ്റും ആവാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ബിലീഫ്സ് ഈ സൊസൈറ്റിനെ പറ്റിയിട്ടാണെങ്കിലും ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ബിലീഫ്സ് ഒരിക്കലും ശരിയാവണമെന്നില്ല. കാരണം അത് നമ്മൾ സെൽഫ് അവെയർ ആയിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട്, നമ്മൾ നേരിട്ട് അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്തുള്ള ബിലീഫ് അല്ല പലപ്പോഴും. അതെങ്ങനെ ഉണ്ടായിട്ടുള്ള ബിലീഫാ? നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് കയറിപ്പോയിട്ടുള്ള ബിലീഫാ. അപ്പൊ ഇതിനെ തിരുത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുക. സക്സസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വിജയിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ള എന്റെ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിൽ, എന്റെ ഉള്ളില് വിജയിച്ച ആൾക്കാരൊക്കെ പണക്കൊതിയന്മാരാണ്, അല്ലെങ്കിൽ അവരൊക്കെ സ്വാർത്ഥന്മാരാണ് എന്നുള്ളൊരു ബിലീഫാണ് എന്റെ ഉള്ളിൽ ഇതുപോലെ കയറി പോയിട്ടുള്ളതെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റൂല. കാരണം വിജയിക്കുന്നത് എന്താണ്, സ്വാർത്ഥനാവുക എന്നുള്ളതിന് തുല്യമാണ് എന്നുള്ളൊരു ഒരു ബോധമായിരിക്കും എന്റെ ഉള്ളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് വിജയിക്കാനായിട്ട് പറ്റൂല, അതിനുവേണ്ടി പരിശ്രമിക്കാൻ എനിക്ക് പറ്റൂല. പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മോശം പ്രവൃത്തിയാണ് എന്നുള്ള ഒരു സംഭവമാണ് എന്റെ ഉള്ളിൽ ബിലീഫ് ആയിട്ടുള്ളതെങ്കിൽ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈഫിൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു 10 lakhന്റെ ജോലിയൊക്കെ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതെനിക്ക് വേണ്ട, അല്ലെങ്കിൽ അത് ഞാൻ ഡിസർവ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ ബിലീഫ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എല്ലാ ബിലീഫ്സുകളും കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, സെൽഫ് അവയർനെസ് ആണ്. ഓക്കെ, അത് ജസ്റ്റ് അവെയർ ആയിട്ടിരുന്നാൽ മാത്രം മതി. അതിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അതിനെ ജഡ്ജ് ചെയ്തിട്ട് ഐ നിന്റെ ബിലീഫ് ഒക്കെ ഭയങ്കര മോശമാണല്ലോ, നീ അതെങ്ങനെ എന്നുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു ബിലീഫാണ് എന്റെ ഉള്ളിലുള്ളത് അല്ലെ, ഓക്കെ, എന്തായിരിക്കും അതിന് കാരണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രം അവിടെ കൊടുത്താൽ മതി. അതിനുള്ള കാരണങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലായി വരും എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള ബിലീഫുകൾ നമ്മളെ പറ്റിയിട്ടും ലോകത്തിനെ പറ്റിയിട്ടും ആൾക്കാരെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റായിട്ടുള്ള എന്തെങ്കിലും ബിലീഫുകൾ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറ്റണം എന്നാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഒരു സെഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു പെയ്ഡ് ആയിട്ടുള്ള കോഴ്സ് നടത്തുകയാണ്, പക്ഷെ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ മോശം ആൾക്കാരാണ് എന്നുള്ളൊരു ബിലീഫാണ് എന്റെ ഉള്ളിലുള്ളെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ആ കോഴ്സ് നടത്താൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കോഴ്സ് നടത്തിയാലും ആരും ഇതിലേക്ക് വരില്ല. കാരണം എന്റെ മനസ്സിലുള്ള ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ മോശം ആൾക്കാരാണ്, ഇവർ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ കോഴ്സ് അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നമുക്ക് ആൾക്കാരെ പറ്റിയിട്ടും ലോകത്തിനെ പറ്റിയിട്ടും നമ്മളെ പറ്റിയിട്ടും നമ്മുടെ ഓരോ ഏഹ്, എന്താ പറയാ, ഓരോ മേഖലകളെ പറ്റിയിട്ടും നമുക്കുള്ള ബിലീഫുകൾ കറക്റ്റ് ആക്കണം. എന്തിന്, നമുക്ക് ഈ ലോകത്തെ ഏറ്റവും എല്ലാത്തിനെയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, നമുക്ക് ആവശ്യമുള്ള വിജയം കൈവരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ ബിലീഫ്, നമ്മളെ മൂന്നാമത്തെ അവയർനെസ്, നമ്മുടെ ബിലീഫുകളിലുള്ള അവയർനെസ്. ഇപ്പൊ ഇത് കറക്റ്റ് ആക്കി എന്ത് ചെയ്യും, പുറത്തും കറക്റ്റ് ആവും. ഓക്കെ, ഇതില് ഒരു എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾക്ക് സൊസൈറ്റി സൊസൈറ്റി ശരിയല്ല എന്നുള്ളൊരു ബിലീഫ് നമുക്ക് ഉണ്ടാവും അല്ലെ. പല ആൾക്കാരും പറയും സമൂഹം ശരിയല്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. ഓക്കെ, യഥാർത്ഥത്തില് നമ്മളാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു കാര്യത്തില് പല സിറ്റുവേഷൻസിൽ നമ്മൾ കാണാറുണ്ട്, അവനത് ചെയ്ത് ശരിയായില്ല, ഇവനത് ചെയ്ത് ശരിയായില്ല എന്നുള്ളത് മറ്റുള്ളവരെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആക്ച്വലി അവിടെ സൊസൈറ്റി ആരാണ്, നമ്മളാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ,
ഏഹ് ഈ സൊസൈറ്റി തീരെ ശരിയല്ല, എല്ലാത്തിനും ജഡ്ജ്മെന്റലാണ്, അങ്ങനെ എങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയാറുണ്ടല്ലേ നമ്മള്. ഓരോ കാര്യം ചെയ്യുമ്പോൾ അവർ ജഡ്ജ് ചെയ്യുന്നു, ഇവർ ജഡ്ജ് ചെയ്യുന്നു, സൊസൈറ്റി ശരിയല്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇത് ശരി തന്നെയാണ്, സൊസൈറ്റി പല ആൾക്കാരും ജഡ്ജ് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളും പല സമയത്തും ഈ സൊസൈറ്റിയുടെ ഭാഗമാവുന്നുണ്ട്. നമ്മളും പല കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയുടെ ജഡ്ജ്മെന്റ് ഭാഗമായിട്ട് മാറാറുണ്ട്. ഓക്കെ, ഒരുപക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, ആരും ജഡ്ജ് ചെയ്യാനായിട്ട് പോകാറില്ല. പക്ഷെ നമുക്ക് ഡിസ്കംഫർട്ട് വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അവരിൽ ആ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും പലരെയും നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് പോകാറുണ്ട്. നമ്മളപ്പം എന്ത് ചെയ്യും, ആ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ കറക്റ്റ് ചെയ്യണം നമ്മൾ. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, സെൽഫ് അവയർനെസ് ആണ്. ഓക്കെ, അപ്പൊ സെൽഫ് അവയർനെസ് എത്രത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. അത്രത്തോളം നമുക്ക് നമ്മൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചിന്, നല്ല ഫൗണ്ടേഷൻ എന്നുള്ള ചേഞ്ചിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാനായിട്ട് എന്ത് ചെയ്യും, ഈ സെൽഫ് അവയർനെസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിലൂടെ നമ്മള് ആഹ് നല്ല ചേഞ്ചസ് കൊണ്ടുവരുമ്പോഴേ, ഇതിലൂടെ നമ്മള് ലൈഫിൽ ഒരു സക്സസ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുക, അവിടെ ആ സക്സസിന് ഒരു ഒറിജിനാലിറ്റി, ഒതന്റിസിറ്റി ഒക്കെ ഉണ്ടാവാം, ഒരു ട്രൂത്ത് ഉണ്ടാവാം. ഓക്കെ, മാത്രല്ല നമുക്ക് നമ്മളായി നിന്നുകൊണ്ട് സക്സസിൽ നിൽക്കാൻ പറ്റുക. ഓക്കെ, നമ്മൾ നമ്മളായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അവിടെ നമുക്ക് ഈസ ഉണ്ടാവാം, സുഖം ഉണ്ടാവാം. ഓക്കെ, അതായത് വെച്ചാൽ നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഫേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മാസ്ക് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സക്സസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആദ്യം നമുക്ക് വേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. കാരണം ഈ സക്സസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഉള്ളില് സക്സസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ വിശ്വാസങ്ങളാണ്, എന്തൊക്കെ ചിന്തകളാണ്, എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് നമുക്കുള്ളതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ തിരുത്തി തിരുത്തി പോവാണ്. അപ്പോ തിരുത്തി തിരുത്തി പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ശരിയായിട്ടുള്ള യുണീക്ക്നെസ്സിനെ നമ്മൾ തിരിച്ചറിയാം. ഓക്കെ, നമ്മുടെ ഉള്ളില് ഒരു ഒരു രത്നമുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഡയമണ്ട് എന്ന് വിചാരിക്കുക. ആ ഡയമണ്ടിന്റെ മേലെ കുറെ ചളി വന്ന് കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ചളി വന്ന് കിടക്കുന്നതുകൊണ്ട് ഈ ഡയമണ്ടിന്റെ വെളിച്ചം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഈ ചളി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ബിലീഫ്, സെൽഫ് ഡൗട്ട്, ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതിനെ നമ്മൾ എടുത്ത് മാറ്റണം. അതിനെ എടുത്ത് മാറ്റണം എന്നെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്, എന്താണ്, എവിടെയാണ് ചളി ഉള്ളത്, എന്തൊക്കെ ചളികളാണ് ഉള്ളത്, എത്രയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയാ, സെൽഫ് അവയർനെസ് എന്ന് പറയാം. അപ്പൊ സെൽഫ് അവയർനെസ് നമ്മൾ നമ്മളോടുള്ള ഇഷ്ടത്തിൽ ചെയ്യേണ്ടതാണ്. നമ്മൾ ജഡ്ജ് ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ചെയ്യേണ്ടതല്ല എന്നുള്ള കാര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സെൽഫ് അവയർനെസ് കീപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്ക് അവര് അവരവരുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാവുമ്പോൾ അവര് ഹാപ്പി ആവും. ഓക്കെ, എനിക്ക് എന്റെ കുറവുകൾ മനസ്സിലാവുമ്പോൾ ഞാൻ ഞാൻ ആക്ച്വലി അവിടെ ചിന്തിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറവുകളാണ് മനസ്സിലായത്, പക്ഷെ അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴിയാണ്. ഓക്കെ, നമ്മുടെ കുറവുകൾ മനസ്സിലാവുക എന്നുള്ളത് എന്താണ്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴിയാണ്. ഇപ്പം എന്റെ കോൺഫിഡൻസ് 40% ആണെങ്കിൽ അത് 50 ആക്കാനായിട്ട്, അല്ലെങ്കിൽ 45 ആക്കാനായിട്ട്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴിയാണ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, സെൽഫ് അവെയർ ആവുമ്പം നമ്മുടെ മിസ്റ്റേക്സിനെ പോലും നമ്മൾ നോക്കിക്കാണാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മള് നമ്മുടെ ഉള്ളിലത്തെ ഇതുപോലത്തെ നെഗറ്റീവ് ബിലീഫ്സ്, ഇമോഷൻസ്, സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പം നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ എനർജി, നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ എന്ത് ചെയ്യും, ബെറ്റർ ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് അവയർനെസ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ അവർ കണ്ടാലും അത് അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുക. കാരണം വെച്ചാല് കണ്ടതിനെ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഹാബിറ്റ് നല്ലതല്ല എന്ന് മനസ്സിലായാലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഹാബിറ്റിനെ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അവർക്കറിയാം ഓരോ ഹാബിറ്റിനെ എടുത്ത് മാറ്റുമ്പോഴും എന്ത് ചെയ്യാണ്, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ഹാപ്പിനെസ് കൂടാനുള്ള വഴിയാണ് അതെന്ന് മനസ്സിലാവും അവർക്ക്. കാരണം ആ ഡയമണ്ടിന് കൂടുതൽ പ്രകാശത്തില് പുറത്ത് വരാൻ പറ്റും, അതിന്റെ വെളിച്ചം പുറത്ത് കാണിക്കാൻ പറ്റും എപ്പോഴാണ്, അതിന്റെ മേലുള്ള ആ ചളികളൊക്കെ പോകുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ ഓരോ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മാറ്റുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഉള്ളിലത്തെ ആ പ്രകാശം, നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു കോൺഫിഡൻസോ ഹാപ്പിനെസ്സോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ കൂടുതൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സെൽഫ് അവെയർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം. സെൽഫ് അവെയർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കറക്ഷൻസ് വരുത്താം. ഓക്കെ, എല്ലാരും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ കറക്ഷൻസ് വരുന്നതിന് പകരം സെൽഫ് അവയർനെസ്സിൽ നിന്നുകൊണ്ട് കറക്ഷൻസ് വരുത്തുമ്പോൾ അവിടെ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, അവിടെ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അവിടെ നമുക്ക് കൂടുതൽ ബെറ്റർമെന്റേ വരുള്ളൂ, ഇമ്പ്രൂവ്മെന്റേ വരുള്ളൂ. തലയിൽ ഒരു ഭാരം കയറ്റി വെച്ച പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യാം, ഭാരം ഇറക്കി വെക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യാം, നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം, ലൈഫിലെ എല്ലാ ചേഞ്ചസിനെയും എന്ത് ചെയ്യാം, എടുക്കാനായിട്ട് ശ്രമിക്കാം.
ഓക്കെ, എന്ത് സജഷൻസ് കിട്ടുമ്പോഴും മറ്റുള്ളവരെ ഫീഡ്ബാക്ക് പറയുന്നതോ ഒപ്പീനിയൻസ് പറയുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷെ അവർ പറഞ്ഞാലും ഞാൻ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എന്നിൽ അവർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് എന്താണ് മനസ്സിലായത് എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്താം. സെൽഫ് ഫേവർ ആയിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്താം. അതാണ് നമ്മുടെ ലൈഫ് കണ്ടിന്യൂസ് ഗ്രോത്തിലേക്ക്, ഇംപ്രൂവ്മെന്റിലേക്ക് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്. അപ്പം സെൽഫ് ഫേവർ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരിക. അപ്പോഴാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു സക്സസ് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഈ ലൈഫിലാണ് നമുക്ക് സന്തോഷവും സമാധാനവും ശരിയായിട്ടുള്ള ഗ്രോത്തും സക്സസ്ഫുൾ ആവാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു സെൽഫ് അവയർനെസ് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഇന്ന് ഒരു ടാസ്ക് തരാം. ടാസ്ക് ഇത്രയേ ഉള്ളൂ. ഒന്ന് ജേർണലിങ്. നമുക്ക് ഇനി ഒരു ഡയറി വാങ്ങിക്കാം. ഓക്കെ, ഒരു ഡയറി വാങ്ങിക്കാം. അതിലെന്ത് ചെയ്യുക, നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലെ ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അതൊക്കെ എന്ത് ചെയ്യുക, ഡയറിയിൽ എഴുതി വെക്കുക. ഡേറ്റ് ഇട്ടിട്ട് എഴുതി വെക്കുക. ഓക്കെ, എന്തൊക്കെയാണോ മനസ്സിൽ വരുന്നത് അതൊക്കെ ഡയറിയിൽ എഴുതി വെക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അപ്പം ഈ ഡയറി എഴുതുക അല്ലെങ്കിൽ ഇങ്ങനത്തെ തോട്ട്സുകളൊക്കെ എഴുതുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ, ഈ ഡയറിയിൽ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ബിലീഫ്സ്, നമ്മളിപ്പം സെൽഫ് ഫേവർ ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് പല കാര്യത്തിനെ പറ്റിയിട്ടുള്ള വിശ്വാസങ്ങൾ തെറ്റാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടെന്ന് മനസ്സിലാവുമോ, അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കുന്നതൊക്കെ എന്താണ്, അവയർനെസിന്റെ ഭാഗമാണ്. ഓക്കെ, അവെയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കോട്ട് ഉണ്ട്, അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യന്റെ വെളിച്ചം അടിക്കുന്നത് പോലെയാണ്. സൂര്യന്റെ വെളിച്ചം അടിച്ചു കൊടുത്ത് എന്ത് ചെയ്യും, അത് ചെടികളുടെ മേലെ അടിക്കുമ്പോൾ ചെടി വളരും അല്ലെ. ഇതുപോലെ നമ്മൾക്ക് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെളിച്ചമാണ് എന്ത്, അവെയർനെസ്. നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ നമ്മളൊരു വെളിച്ചം അടിക്കുന്നത്, ഒരു ടോർച്ച് അടിച്ചു നോക്കുന്നത് പോലെയാണ്. എന്തൊക്കെ നെഗറ്റീവ് ഉള്ളത് നോക്കുന്ന പോലെയാണ്. ഈ നെഗറ്റീവ് എന്തൊക്കെ നോക്കുമ്പോ തന്നെ എന്ത് ചെയ്യും, അവിടുത്തെ നെഗറ്റീവുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പോവാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ആ രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ അവയർനെസ് കീപ്പ് ചെയ്യാം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജേർണലിംഗ് എന്നുള്ളത്, എഴുതുക. ഓക്കെ, നമ്മളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജേർണൽ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മൈൻഡ്ഫുൾനെസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ മെഡിറ്റേഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മള് മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരുപാടുണ്ട്. മൈൻഡ്ഫുൾനെസ്സിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മളാവാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് കൂടുതൽ യുണീക്ക് ആവാനായിട്ട്, നമുക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. അപ്പൊ എന്താ മെഡിറ്റേഷൻ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ തന്നെ നോക്കാനായിട്ട് പാകപ്പെടുകയാണ് മെഡിറ്റേഷനിൽ ചെയ്യുക. അപ്പൊ മെഡിറ്റേഷൻസ് ഒക്കെ, നല്ല മെഡിറ്റേഷൻസ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എല്ലാ മെഡിറ്റേഷൻസ് ചെയ്യല്ലാതെ നല്ല മെഡിറ്റേഷൻസ് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഗൈഡർ ആയിട്ട് എന്ത് ചെയ്യുക, ഈ ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ ഫോം ഞാനിപ്പോ പറഞ്ഞുതരാം. അതൊന്നും ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് സംഭവം. ഇതൊരു ടിപ്പാണ്. ഓക്കെ, നമ്മള് ഇതിന് മൈൻഡ്ഫുൾനെസ് ടാസ്ക് എന്നാണ് പറയാം. ഓക്കെ, റെഡിയാണോ, ചെയ്യാൻ റെഡിയാണോ? ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. നമ്മള് ഇപ്പൊ ഒന്ന് കാമായിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മള് ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കുമല്ലോ നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള 5 കാര്യങ്ങള് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്ത് കണ്ണുകൊണ്ട് ജസ്റ്റ്, ഓക്കെ, നമ്മൾ എന്താ കാണുന്നത്, വാതിലോ അല്ലെങ്കിൽ ലൈറ്റോ, അങ്ങനെ എന്താണോ നമ്മുടെ കണ്ണിൽ പെടുന്ന 5 കാര്യങ്ങൾ, അതൊന്ന് നോട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കുക, ഏതിൽ 5 കാര്യങ്ങൾ നമ്മൾ നോക്കുക. അത് കഴിഞ്ഞ ഉടനെ 4 ശബ്ദങ്ങൾ കേൾക്കുക. ഓക്കെ, നമ്മളിപ്പം ജസ്റ്റ് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചീവീട് കരയുന്നത് കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഫാന് കറങ്ങുന്ന ശബ്ദം ഉണ്ടാവും, ചിലപ്പോൾ പുറത്ത് വണ്ടിയുടെ ഹോണിന്റെ ശബ്ദം ഉണ്ടാവും, ചിലപ്പോൾ വേറെ ആൾക്കാർ സംസാരിക്കുന്ന ശബ്ദം ഉണ്ടാവും. ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും 4 സൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, മൂന്നാമത്തെ ടാസ്ക് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 സൗണ്ടുകൾ ശ്രദ്ധിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യാം, മൂന്നാമത്തത് എന്താണ്, 3 ടച്ച് ഫീലിംഗ് നമ്മൾ എന്ത് ചെയ്യാം, ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. 3 ടച്ച് ഫീലിംഗ്. ടച്ച് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ ഇപ്പം ബോഡിയിൽ ഇപ്പം ഈ ഒരു കോട്ട് എന്റെ സ്കിന്നുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫീൽ അവിടെ കിട്ടുന്നുണ്ട് അല്ലെ. ആ ടച്ച് സ്കിന്നും ആ ഒരു
ഈ ഒരു കോട്ട് തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ കാല് നിലത്ത് തട്ടുന്ന സമയത്ത് ഒരു ടച്ച് ഫീൽ കിട്ടുന്നുണ്ട് അല്ലെ? അതുപോലെ നമ്മുടെ പാന്റും നമ്മുടെ സ്കിന്നും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു ടച്ച് ഫീൽ. അപ്പൊ നമ്മുടെ ബോഡി നമ്മുടെ സ്കിൻ എവിടെയൊക്കെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത് അവിടെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ജസ്റ്റ് ആ ടച്ചിനെ ഒന്ന് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ആ ടച്ചിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. അങ്ങനെ മൂന്നെണ്ണം. ഓക്കെ, ഏതെങ്കിലും മൂന്ന് കാര്യത്തിൽ ഒബ്സർവ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞാല് രണ്ട് സ്മെല്ല് ഒബ്സർവ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാ, നമ്മളൊന്ന് ജസ്റ്റ് സ്മെല്ല് നോക്കുക. ഓക്കെ, രണ്ട് തരം സ്മെല്ലിൽ എന്ത് ചെയ്യാം, നമ്മൾ ഒബ്സർവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ടേസ്റ്റ്, ഏതെങ്കിലും ഒരു ടേസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നാവില് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ ടേസ്റ്റ് എന്താ, നാവിന്റെ ടേസ്റ്റ് എന്താന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഇതൊരു റൗണ്ട് ചെയ്യാം. ഓക്കെ, 5 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ 4 കേൾ കേൾക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. 3 ആം, 3 ടച്ച് ഫീലിംഗ് നമ്മൾ നോക്കുക. 2 ആം, എന്തായിരുന്നു, 2 സ്മെല്ല്, സ്മെല്ല്, ഒരു ടേസ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. ഇടയ്ക്ക് ചെയ്യാൻ വെച്ചാൽ ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നല്ല രസമാണിത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ടാസ്ക് ഒന്നും ചെയ്യാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലത്തെ മൈൻഡ്ഫുൾനെസ് എന്ത് ചെയ്യും, ഓൺ ആവും. മൈൻഡ്ഫുൾനെസ് ഓൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് അവയർനെസ് ആണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഓൺ ആവുന്നത്. ഓക്കെ, അപ്പം ഈ മൈൻഡ്ഫുൾനെസ് ഓൺ ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി പീസ്ഫുൾ ആയിട്ടിരിക്കാനും ഒന്നുകൂടി സമാധാനമായിട്ടിരിക്കാനും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ മൈൻഡ്ഫുൾനെസ് ഓൺ ആവുമ്പോൾ എന്തുണ്ടാവും, സെൽഫ് അവയർനെസ് ഡെവലപ്പായിട്ട് വരും. ഈ സെൽഫ് അവയർനെസ് ഒരിക്കലും ഒറ്റയടിക്ക് 100 ആവുന്ന സംഭവമല്ല. ഇത് പതുക്കെ പതുക്കെ ഗ്രാജുവലി ഡെവലപ്പായിട്ട് വരുന്ന സംഭവമാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം കാലം ഇത് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം എന്ത് ചെയ്യും, അത് ഡെവലപ്പ് ആവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ടാസ്ക്, മൈൻഡ്ഫുൾനെസ് ടാസ്ക് കൂടി എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തോ ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഈ ഒരു മൈൻഡ്ഫുൾനെസ് 5 സെൻസസ് മൈൻഡ്ഫുൾനെസ് ടാസ്ക്, 5 സെൻസസ് മൈൻഡ്ഫുൾനെസ് ടാസ്ക്, ഇതാണ് ഇതിന്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലത്തെ മൈൻഡ്ഫുൾനെസ് ഓൺ ആവും, നമ്മുടെ സെൽഫ് അവയർനെസ് കൂടും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇത് എന്ത് ചെയ്യാ, ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ആവും, അത്രത്തോളം നമ്മുടെ ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇന്നർ ഹാപ്പിനെസ് കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആം, ഇത് നമ്മൾ ഈ സെഷൻസ് ഇരിക്കുക, അതിന്റെ ഒപ്പം തന്നെ ആ ആക്ടിവിറ്റി കൂടി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം, ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമുക്ക് മനസ്സിലാവാം, എക്സ്പീരിയൻസ് വൈസ് ആയിട്ട് നമുക്ക് മനസ്സിലാവാം, അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാവാം. ഓക്കെ, എനിക്ക് എന്റെ ഒരു ഹാപ്പിനെസ് കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ക്ലാരിറ്റികൾ കിട്ടുന്നുണ്ട്, എനിക്ക് ഉള്ളില് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഫോക്കസ് കിട്ടുന്നുണ്ട്, കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക എപ്പോഴാ, നമ്മള് ആ ആക്ടിവിറ്റിയും കൂടി നമ്മൾ ഒപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പം ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവ് പ്ലസ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള അറിവ്, ഇത് രണ്ടും കൂടി ആകുമ്പോഴാണ് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള അറിവായിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയും കൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു പോകണം എന്നുള്ളതാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകണം എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, സംശയങ്ങളോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ,
നമ്മളിപ്പോ ഇല്ലേ ഈ ആ ഓവറായിട്ട് ഓവറായിട്ട് ചിന്തിക്കുന്നത് കുറക്കാൻ എന്താ ചെയ്യാ? ഓവറായിട്ട് ചിന്തിക്കുമ്പോൾ ഇനി മുതൽ അതൊന്ന് എഴുതുക. എന്തൊക്കെ ചിന്തിക്കണം അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഉം. മനസ്സിലായോ? അപ്പൊ നമ്മളെ ആ, ചിന്തകളിൽ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഓവർ തിങ്കിങ്ങുകൾ കുറയും. ഓക്കെ. അപ്പൊ ഓവറായിട്ട് ചിന്തിക്കുന്നതിന് മരുന്ന് തന്നു കഴിഞ്ഞാൽ അത് ശരിയാവും, അങ്ങനെയല്ല അത് മാറുക. അതെങ്ങനെ മാറുക വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തകളെ നമ്മൾ അഡ്രസ് ചെയ്യാം, എഴുതി വെക്കുക എവിടെയെങ്കിലും, ഈ ജേർണലിംഗ് ചെയ്യാം. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ചിന്തകളുടെ എണ്ണം കുറയും എന്നുള്ള, ഓവർ തിങ്കിങ് കുറയും. ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. ഹലോ. ഓക്കെ ഓക്കെ, കേൾക്കുന്നില്ല? ഓക്കെ. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തോ ചോദിക്കാൻ വന്നിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓർമ്മ വരുമ്പോ ചോദിച്ചോളൂ. ആം, പിന്നെ ഇന്നത്തെ സെഷൻസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. എസ്പെഷ്യലി നമുക്കുള്ളൊരു കൺസേൺ ആണ് ഓവർ തിങ്കിങ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതിലത്തെ ടാസ്ക്, ജേർണലിംഗ് ടാസ്ക് എന്തായാലും ചെയ്യാം. ഓക്കെ. ഓക്കെ ഓക്കെ അപ്പൊ അത് ചെയ്താലേ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ. ഓക്കെ. താങ്ക് ഓക്കെ. യു സർ. ഓക്കെ. അപ്പൊ ശരി. ബൈ.